വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചേരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു. ഇന്ത്യൻ ബേക്സ്. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആകെ പ്രശ്നമെന്ന് പറഞ്ഞ അദ്ദേഹം ക്യാമ്പസുകളിൽ രാഷ്ട്രീയ അതിപ്രസരമാണെന്നും ഗവർണറെ നേരിടുന്ന രീതി ശരിയല്ലെന്നും വിമർശിച്ചു. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസ രംഗം അല്ലെങ്കിൽ തന്നെ എന്താണ് കാണുന്നത്? നമ്മൾ കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് പഠിക്കുന്ന കുട്ടികൾ ഇവിടുന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ തന്നെ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ടില്ലേ, ഒരു വശത്ത് ബഹുമാനപ്പെട്ട ഗവർണർ കാവ്യവൽക്കരണം, അതാണോ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. കാവ്യവൽക്കരണത്തിന് വേണ്ടി അദ്ദേഹം ന്യായീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് അതിനെ ചേർക്കാൻ ഭരിക്കുന്ന ഗവൺമെൻറ്, അതാണ് ഗവർണർമാർ പ്രശ്നം ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിലുമുണ്ട്, ബാക്കി എല്ലാ സ്ഥലത്തുമുണ്ട്. BJP ഗവൺമെൻറ് വെച്ച ഗവർണർമാർ മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെയൊക്കെ ഭരിക്കുന്ന ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന ഒരു ഉസിരുള്ള രീതിയുണ്ട്, അതിനുള്ള ഇച്ഛാശക്തി ഉണ്ട് അവർക്ക്. ഇവിടെ കായികമായി നേരിടുക യൂണിവേഴ്സിറ്റി. ഇത് ഇവിടെ ബന്ദികളാവുന്നത് ആരാണ്? ബന്ധിക്കപ്പെടുന്നത് ഉന്നത വിദ്യാഭ്യാസം, അതിൻ്റെ നിലവാരവും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളുമാണ്. ഇത് കണ്ടാൽ കുട്ടികൾ ഇവിടുന്ന് ഓടാതിരിക്കുക. ദൃശ്യമാധ്യമങ്ങളിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ കയ്യാങ്കളിയൊക്കെ, ആ മതിൽ ചാട്ടും യൂണിവേഴ്സിറ്റി പിടിച്ചടക്കലും അതുപോലെ തന്നെ കസേര കയറി ഇരിക്കലും വലിച്ചു കീറലും, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ അല്ലെങ്കിൽ തന്നെ നാഥനില്ല, വൈസ് ചാൻസലർ അപ്പോയിൻ്റ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ഇന്നലെ UDF ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇതിൻ്റെ അടുക്ക ആരോഗ്യരംഗത്ത് ഉള്ള വിഷയം നമ്മൾ കണ്ടു. അതിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നാണ് ചിലർ പറയുന്നത്. ഈ വിവാദം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. പക്ഷേ ഈ വിവാദം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒന്നിൽ നിന്ന് ശ്രദ്ധ തിരിക്കുമ്പോൾ മറുവശത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗം, അത് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അക്കാഡമിക് ഫ്രീഡും അതുമൊക്കെ എങ്ങനെ കൊണ്ടുവരുന്ന ഒരു സ്റ്റേറ്റ് അത്. കാവ്യവൽക്കരണം, അതാണ് 66 കോളേജുകളിൽ പ്രിൻസിപ്പാൾമാരില്ല, യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർമാരൊക്കെ ചാർജിലാണ്. അപ്പോൾ ഇവിടുന്ന് കുട്ടികൾ ഇട്ട് ഓടുന്നത് വെറുതെ ആണോ? പിന്നെ ഇതൊക്കെ കണ്ടാൽ ഈ യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ പിന്നെ രക്ഷിതാക്കൾ പറഞ്ഞു വിടുമോ? ഇവിടെ പഠിക്കാൻ തയ്യാറാവുമോ? എന്തൊരു കാഴ്ചയാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ കുറച്ച് ദിവസമായിട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒട്ടും അഭികാമ്യമല്ല. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ.